മനുഷ്യൻ തന്റെ ആവശ്യങ്ങൾക്കായി ഇണക്കി വളർത്തുന്ന മൃഗമാണ് ആനയെന്നാണ് പലപ്പോഴും പറയാറുള്ളത്. എന്നാൽ കരയിലെ ഈ വലിയ മൃഗത്തെ മനുഷ്യൻ ഇന്നുവരെ ഇണക്കാന് ഒന്നും സാധിച്ചിട്ടില്ല എന്നതാണ് പരമ യാഥാർത്ഥ്യം. മനുഷ്യൻ ആനകളെ മെരുക്കിയാണിരുന്നത്, എന്നാൽ ഇണക്കിയിരുന്നില്ല. പട്ടി, പൂച്ച എന്നീ മൃഗങ്ങളെ മനുഷ്യൻ ഇണക്കിയിരുന്നുവെങ്കിലും ആനകളെ ഒരിക്കലും ഇണക്കാൻ സാധിച്ചിരുന്നില്ല. എന്നതുകൊണ്ട് തന്നെ കാട്ടാനകൾ എന്ന് വിളിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. നാട്ടാനകൾ എന്ന് വിളിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. സാമൂഹിക ജീവികൾ കൂടിയാണ് ആനകൾ. ആനകൾ കൂട്ടത്തോടെ കുടുംബമായാണ് സഞ്ചരിക്കാറുള്ളത്. ഈ കുടുംബത്തെ നിയന്ത്രിക്കുന്നത് മുതിർന്ന പെണ്ണാന ആയിരിക്കും, അല്ലാതെ നമ്മൾ കരുതുന്നത് പോലെ ആൺ ആനകൾ അല്ല. 6-7 വയസ്സാകുമ്പോൾ കൂട്ടത്തിൽ നിന്നും ആണാനകൾ വിട്ടുപോകാറുണ്ട്. കുടുംബത്തിലെ അംഗങ്ങളുമായി ലൈംഗിക ചേരലിന് ഇടവരാതെ കൂട്ടത്തിൽ നിന്നും അകറ്റിവിടാറാണ് പതിവ്. ആൺ ആനകൾക്കുണ്ടാവുന്ന മറ്റൊരു അവസ്ഥയാണ് മദം ഇളകുക അഥവാ മസ്ത്. ലൈംഗികത കൂടുന്ന കാലത്ത് ഇവയുടെ ശരീരത്തിലെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണുകളുടെ അളവ് കൂടുകയും തലയുടെ ഇരുവശങ്ങളിലുമുള്ള ടെമ്പറൽ ഗ്രന്ഥികളിൽ നിന്ന് ടെബോറിൻ എന്ന കട്ടിയുള്ള ടാർ പോലുള്ള സ്രവം ഒഴുകുന്നു. മറ്റു സമയങ്ങളിൽ ആനകളുടെ ശാരീരിക അവസ്ഥയേക്കാൾ 60 മടങ്ങ് കൂടുതലായിരിക്കും ഈ സമയത്ത്. ഈ ടെസ്റ്റോസ്റ്റിറോൺ അളവ് ചിലപ്പോൾ 140 മടങ്ങ് വരെ വർദ്ധിച്ചേക്കാം. ഇത് പുറത്തേക്ക് ഒഴുകുമ്പോൾ ഇതിനെ മദപ്പാടായി കണക്കാക്കപ്പെടുന്നു. കാട്ടാനകൾ മദപ്പാട് സമയത്ത് മരങ്ങളിലും പാറക്കെട്ടുകളിലും തന്റെ ശരീരത്തിലെ മദദ്രവങ്ങൾ ഉരച്ചു തേച്ച് മറ്റുള്ള പെൺ ആനകളോട് ലൈംഗിക ആസക്തി പ്രകടിപ്പിക്കുന്നു. കൂടാതെ ചെവിയാട്ടിയും ഈ ഗന്ധം പരത്തുന്നു. ലൈംഗിക ആസക്തി കൂടിയ ഈ അവസ്ഥയിൽ മറ്റുള്ള ആൺ ആനകൾ ഒഴിഞ്ഞു പോകാനും ഇങ്ങനെ ചെയ്യാറുണ്ട്. സൗഹൃദം പ്രകടിപ്പിക്കാനും മരച്ചില്ലകൾ ഓടിക്കാനും ആനകൾ തന്റെ തുമ്പിക്കൈ ഉപയോഗിക്കുന്നു. ആണാനകൾ തന്റെ കൊമ്പുകൾ മരച്ചില്ലകൾ കുത്തിമറിക്കാനും പരസ്പര പോരാട്ടം നടത്താനും കൊമ്പുകൾ ഉപയോഗിക്കും. മോഴ ആനകൾക്ക് കൊമ്പുകൾ കാണാറില്ല. മോഴ ആനകൾ ആൺ ആനകൾ തന്നെയാണ്, പക്ഷേ കൊമ്പുകൾ കാണാറില്ല. ഇവയ്ക്ക് അതീവ ബലമാണുള്ളത്. ആനകൾ നീന്തലിൽ അതീവ സമർത്ഥന്മാരാണ്. ഇവയ്ക്ക് എത്ര ദൂരം വേണമെങ്കിലും നീന്തി പോകാൻ സാധിക്കുന്നു. കൂടാതെ ആനകളുടെ തുമ്പിക്കൈ 8.5 ലിറ്റർ വരെ വെള്ളം ഉൾക്കൊള്ളാൻ സാധ്യമായ ഒന്നാണ്. 18 മുതൽ 22 വയസ്സുവരെയാണ് ആനകളുടെ പ്രസവകാലം. ഒരു കുഞ്ഞുണ്ടായാൽ ആ കുട്ടിയെ ആ കുടുംബത്തിലെ എല്ലാ ആനകളും തന്റെ കുട്ടികളെ പോലെ സംരക്ഷിക്കുന്നു. കടുവയും മറ്റു വന്യമൃഗങ്ങൾ ഈ കുട്ടികളെ മിക്കപ്പോഴും ഇരയാക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ആനകൾ തന്റെ കുട്ടികളെ ആനക്കൂട്ടത്തിൽ നിന്നും പുറത്താക്കുന്നു. കുട്ടികൾക്ക് മാറാരോഗങ്ങളോ മറ്റോ പിടിപെടുമ്പോഴോ കുട്ടിയാനകൾക്ക് ഇനി നിലനിൽപ്പില്ല എന്ന സാഹചര്യത്തിൽ കൂട്ടത്തിൽ നിന്നും ഇവ ഒഴിവാക്കുന്നു. ഈ ഒഴിവാക്കുന്ന ആനക്കുഞ്ഞുങ്ങളെ കടുവയോ മറ്റുള്ള മൃഗങ്ങളോ ഇരയാക്കുന്നു. ആനക്കൂട്ടങ്ങളിലെ പെണ്ണാനകൾ പലപ്പോഴും പിരിഞ്ഞ് ചെറിയ കുടുംബങ്ങളായി സഞ്ചരിക്കുന്നു. ചില ആനകൾ മറ്റു കുടുംബങ്ങളിൽ നിന്നും ഈ കുടുംബങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. ആനകൾ തന്റെ വയറു നിറയ്ക്കുന്നതിനു വേണ്ടി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വരെ ആഹാരം കഴിക്കുന്നു. വനങ്ങളിലെ ഉള്ളടഞ്ഞ വഴികളിലൂടെ ആനകൾ യാത്ര ചെയ്യുമ്പോൾ മറ്റു മൃഗങ്ങൾക്കും അതൊരു സഞ്ചാരയോഗ്യമാകുന്നു. ഇവ സഞ്ചരിച്ച് പിണ്ടം ഇടുന്നത് മൂലം വിത്തുവിതരണവും നടക്കുന്നു. ഇവയുടെ കാലുകൾക്ക് അടിയിലുള്ള ഭാഗങ്ങൾ ഏതൊരു ശബ്ദത്തെയും തിരിച്ചറിയാൻ വിധത്തിലുള്ള ഒന്നാണ്. ആനകൾക്ക് ഇൻഫ്രാസോണിക് പോലുള്ള താഴ്ന്ന ശബ്ദത്തിലും ആശയവിനിമയം നടത്താൻ സാധിക്കും. ചിലപ്പോഴൊക്കെ മനുഷ്യരുമായുള്ള സംസർഗത്തിൽ ക്ഷയം പോലുള്ള അസുഖങ്ങൾ ആനകളെ ബാധിക്കാറുണ്ട്. ഇവ മരണകാരണം ആവാറുണ്ട്.